പയ്യന്നൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി TI മധുസൂദന് ഭൂദാനത്ത് നാട്ടുകാരും പാർട്ടി പ്രവർത്തകരും ചേർന്ന് ആവേശകരമായ സ്വീകരണം നൽകി. സ്വീകരണ യോഗത്തിൽ TI മധുസൂദൻ, P ബാലൻ, RK പത്മനാഭൻ, KR സുഹാസ് എന്നിവർ സംസാരിച്ചു. ഉന്നതിയിൽ നിന്ന് നഗരം എന്ന് പറയുന്നത് പയ്യന്നൂർ ടൗണിലെ ഏറ്റവും കൂടുതൽ സമ്പന്നന്മാരൊക്കെ കഴിയുന്ന ഒരു പ്രദേശം പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് വടക്ക് ഭാഗത്തുള്ളൊരു മേഖലയാണ്. അതിന് ഷേണായി നഗർ എന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായി നഗർ. അപ്പോൾ ആ നിലയിലുള്ള മാറ്റം കേരളത്തിൽ ഉണ്ടാക്കിയത് ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. നിങ്ങളുടെ ഈ ചെറുപുഴ പഞ്ചായത്തിൽ നിന്നാണ് ഇപ്പോൾ ഒരു സബ് കളക്ടർ KS നേടിയിട്ട് സബ് കളക്ടർ അല്ലേ അയ്യങ്കലിൽ. എത്രയോ കുട്ടികൾ നന്നായിട്ട് പഠിച്ച് നല്ല സ്ഥാനങ്ങളിലെത്തും. ഞങ്ങളിപ്പോൾ ഏത് ഉന്നതിയിലും നഗറിലും പോയാൽ ആ കുട്ടികളോട് പഠിക്കുന്ന കാര്യം ചോദിക്കും. ആരെങ്കിലും 8ലോ 10ലോ ഒക്കെ നിർത്തി പഠിപ്പ് നിർത്തുന്നുണ്ടെങ്കിൽ നിർത്താൻ വിടാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ചോദിക്കുന്നത്. ആ നിലക്ക് പഠിച്ചു വളരാൻ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ ഉള്ള അന്തരീക്ഷം കേരളത്തിൽ ഒരുക്കിയിട്ടുള്ളതാണ് ഈ ഗവൺമെൻറ്. ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്കൊന്നും പോകുന്നില്ല. ഇന്നലെ ഒരു കുട്ടി ഹാരാർപ്പണം നടത്തി. ഞാൻ അവരോട് ചോദിച്ചു, നീ എവിടെ പഠിക്കുന്നു? അവള് വയനാട് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണ്. ഏത് ഇയർ എന്ന് ചോദിച്ചപ്പോൾ MBBSൻ്റെ 2ാമത്തെ വർഷമാണ്. ഒരു ഉന്നതിയിലുള്ള കുട്ടിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇത് കേരളത്തിലൊരു പൊതുചിത്രമാണ്. ഇതിനൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരു ജനതയെ മുഴുവനും കള്ളി തിരിച്ച് അവരിന്ന കൂട്ടത്തിലാണ് എന്ന് കാണിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരായി അവരാണ് ഏറ്റവും ഉയരത്തിൽ, ഈ നാടിൻ്റെ ഏറ്റവും ആദ്യത്തെ ജനവിഭാഗം, സർവ്വതിൻ്റെയും അധികാരികളായിട്ടുള്ള വിഭാഗം അവരായിരുന്നു എന്നുള്ളത് സാമൂഹ്യമായിട്ട് അംഗീകരിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിന് ശ്രമിക്കുന്നൊരു ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഗവൺമെൻറ്. നമ്മൾ 10 വർഷത്തെ ഭരണമാണിപ്പോൾ. ഇനി നമ്മളൊരു 3ാം ഊഴത്തിലേക്ക്. കേരളത്തിൽ ആരും ഇതുവരെ 3ാം ഊഴം ഒരു ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയായിട്ട് ഭരിച്ചിട്ടില്ല. നമ്മളത് അതിലേക്കാണ് പോകുന്നത്. കേരളം മുഴുവനും ആ മാറ്റങ്ങൾ കാണും.